അവിടെ നിന്ന് 100 പുഷ് 50 റുപ്യ. നമ്മള് യൂട്യൂബ് ചാനലിൽ പേരൊക്കെ ഉണ്ട്. വീട് എടുക്കണം കണ്ടില്ല, വീട് എടുക്കണം. അല്ലെങ്കിൽ 2 മോളി ഇട്ടാണ് ഇങ്ങോട്ട് വാ ബ്രോ. ഓനെ കേറ്റിക്കണ് ഗായ്സ്. അപ്പൊ നമ്മളെ വീടിനുള്ളിലേക്ക് ഓനെ കേറ്റി ഗായ്സ്. അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി. നമ്മളെ കുഞ്ഞാണിനെ കിട്ടിയത്. ഇത് വെറും കുഞ്ഞാണിയല്ല, ഇവർക്കൊരു അത് ഞാൻ പറയണില്ല. പിന്നെ നമ്മള് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്താണ് ഈ വിളിക്കണത്. ലൊക്കേഷൻ ഇതാണ് നമ്മളെ സ്ക്രീൻ. പിന്നെ നമ്മളെ പരിപാടി കണ്ടിട്ട് വന്ന ചെക്കനാണ്. അത് പേര് ഇതാണ് മാലിപ്പ. ഈ കോട്ടനാണ് ഒന്നും അറിയില്ല. ക്ലാസ്സിലാണ് എത്ര വരുന്നത്? 7ാം ക്ലാസ്സില് ചേലോട് സ്കൂളില്. അല്ല ഗൈസ്, ചെറുക്കം 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ചേലോട് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് ചേലോട് സ്കൂള്. അപ്പം പിന്നെ വന്നിരിക്കണ എന്താ വെച്ചാല് നമ്മളെ ലൈവില് കണ്ടീന്. അപ്പൊ നമ്മള് തൊട്ടടുത്തുള്ള ഇതാകുമ്പോള് പിന്നെ ഓന് കാണണമെന്നൊരു ആഗ്രഹം വെച്ചാണ്ട് വന്ന് കുറച്ച് നേരമായി പുറത്ത് നിക്കണ്. നമ്മളാരും കണ്ടില്ല. നമ്മള് ലൈവ് ചെയ്യുമ്പോ സാധാരണ പിന്നെ ചെയ്യുമ്പോ നമ്മള് സാധാരണ നമ്മള് റൂമിന്റെ ഉള്ളിൽ എന്നാ ചെയ്യല്, നമ്മള് കണ്ടില്ല. പിന്നെ നമ്മള് CCTV നമ്മള് കണ്ടപ്പം പിന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ പരിചയപ്പെട്ടത് ഞാന്. പിന്നെ യൂട്യൂബില് പോയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാ കമന്റിലും പിന്നെ വരണട്ടോ. മറ്റേ എന്റെ കളിച്ചാൻ പോലെ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് പോയാ നമുക്ക് ലൈവ് പോവാം. എന്താണ് എല്ലാരും വിളിച്ചു നമുക്ക് ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെയാണ്. ഓക്കെ, പാർട്ടിയാണ്. ഹലോ ഹലോ. ഞാൻ വിളിച്ചിനി. പിന്നെ ചെക്കന്മാരുടെ ടീമിനെ കൂട്ടി വരിക. എനിക്ക് പിന്നെ എന്താണ് നമ്മളെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താ? ചാനലിനെ പറ്റിയുള്ള അഭിപ്രായോ? അത് എന്റെ മനസ്സാണ് അറിയില്ല. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ ചാനൽ പൊളിയല്ലേ. അതാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് ഓരോരോ ആൾക്കാരും ഇങ്ങോട്ട് വിളിച്ചിങ്ങാണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇനോഗ്രേഷൻ നമ്മളത് 12 മണിക്ക് രാത്രി നമ്മൾ ഇനോഗ്രേഷൻ വെച്ചിരിക്കണ്. അപ്പൊ ഇതുവരെ തന്ന എല്ലാ പിന്നെ സപ്പോർട്ടിനും പിന്നെ അതേമാതിരി തന്നെ എല്ലാ ഇതിനും ടാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതേമാതിരി തന്നെ ഇപ്പൊ നമ്മളിത് തുടങ്ങിയപ്പോ ആകെ 2 സബ്സ്ക്രൈബർ ഉള്ളു. ഇനി ഒന്ന് ഞാനൊന്ന് വരും പറഞ്ഞത്. ഇപ്പൊ അതില് പിന്നെ ഇപ്പൊ നമുക്ക് കൂടി അപ്പൊ ഒരു 8-9 സബ്സ്ക്രൈബർ ആയി. ഇനി നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമുക്ക് കൂടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇപ്പൊ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത്രയും കയറിയില്ലേ. അപ്പം പിന്നെ സെറ്റാണ്. അപ്പൊ ഞാൻ ആർക്കെങ്കിലും പിന്നെ നമ്മളെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് രാത്രി 12 മണിക്ക് രാത്രി ഇങ്ങോട്ട് വരിക. അപ്പം എന്താണ് കണ്ണ എനിക്ക് പറയാല്ലേ, നീ എത്തുവോ? അതാണ് ലൈവ് പോയോണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ശരിയായിക്കണേ. നമ്മളെ ലോഗോ പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ചാനലിന്റെ പേര് ഒക്കെ സെറ്റായി ഡൗൺലോഡ് ചെയ്തു. എല്ലാം ഇതായി വെച്ചിട്ടോ. അപ്പൊ ഈ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്നാ വാവ് പറയുന്നുണ്ട് ഞങ്ങള്. അപ്പൊ ഇനി നമുക്ക് സൽമാനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. സൽമാന് തലയിൽ ചൊറിയുന്നു. എന്തൊക്കെയുണ്ട് തലയില് നമ്മളെ മുട്ടക്കോയി. സൽമാൻ കറക്റ്റ് സൽമാനട്ടോ നമുക്ക് ആ ചെറുക്കന്റെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചെറുക്കൻ പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളും വിശ്വസിച്ചില്ല. കാരണം നമുക്ക് 2 സബ്സ്ക്രൈബർ ഉള്ളു ഇനി. അപ്പൊ നമ്മൾ ആരപ്പോ വരാല്ലേ വിചാരിച്ചത്. അപ്പം അപ്പൊ ഗൈസ് ആ ചെക്കന് അപ്പൊ നമുക്ക് പിന്നെ ആരെ ടീമും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക്
പാട്ടൊക്കെ ഇട്ട് വേഗം ഇത് തീരുമ്പോഴത്തേക്കല്ലേ ഡാൻസ് ഒന്നും വേണ്ട. നിങ്ങൾ കാട്ടിന് എന്താ ചാടിക്കും വരി ആ ചെക്കന്മാർ നാണം മറ്റേ പറ്റിച്ചോണ്ടിരുന്ന അവസ്ഥയാണ്. എടാ വാവേ പോയോട്ട് നിൽക്കപ്പോ കട്ടാവും. നിങ്ങളെ വിളിച്ചല്ലേ എല്ലാരും എല്ലാം വാ ഇത് വാ. ഗ്ലാസ് ഒക്കെ ഇട്ടോ കുഴപ്പമില്ല. വാ ഞാൻ വിളിച്ചോ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ തന്നെ മയക്കാണ് ഇങ്ങോട്ട് അങ്ങോട്ട് നിന്നോ. വാ. അപ്പൊ നമുക്ക് എന്തായാലും സർപ്രൈസ് ഉണ്ടായിരുന്നില്ലേ ഇന്നാക്കണേ. ഇതാണ് നമ്മളെ വില്ല സോട്ടാ വില്ലന്. ഞാൻ പറഞ്ഞിനി നമുക്കിതിൽ സോട്ടാ വില്ലനും പിന്നെ നമുക്ക് ഒരു കുറച്ച് ആൾക്കാർ നമുക്ക് പിന്നെ വരാനുണ്ട് എന്ന് പറഞ്ഞിനി. അപ്പൊ ഒന്ന് ഇപ്പം ഇവരിപ്പോ നമ്മളെ പരിപാടി ലൈവിൽ കണ്ടിട്ട് പുറത്ത് വന്ന് നിൽക്കണ്ടേനി. അപ്പം നമ്മൾ ക്യാമറയിൽ കണ്ടപ്പോ സൽമാൻ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരാള് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവര് പരിചയപ്പെടാം. ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അവിടെ പേര് ദേവനാഥ്. പിന്നെ എവിടെ ഏത് സ്കൂളിലാണ് പഠിക്കണത്? എത്രയില്? 1ാം ക്ലാസ്സില്. ദേവനാഥ് 1ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പിന്നെ ഇനി അടുത്ത ആള് വാ. അതിന്റെ പേര് വൈദേവ് എത്രയിലാ പഠിക്കണത്? 6ാം ക്ലാസ്സില്. പിന്നെ എവിടെ സ്കൂളില്? ചേലോട് സ്കൂളിലാണ് ഇവര് പഠിക്കുന്നത്. പിന്നെ എല്ലാരും ഇവിടെ അടുത്തില്ല തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് പിന്നെ ഇവര് വന്നിട്ട് ഇവർക്ക് നമുക്കൊരു സർപ്രൈസ് തന്നു. ഇനി ഇവർക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. നമ്മളൊരു പാട്ടിട്ട് കൊടുക്കും. നമ്മളതില് ഒരു ഡാൻസ് കളിക്കും. കുറവാണ്, അതുകൊണ്ടാണ് ഇവര് പിന്നെ ഇതായി നിക്കണത്. നല്ലൊരു പാട്ടിട്, ഏതെങ്കിലും നല്ല പാട്ട്. അന്റെ എനിക്ക് ഏത് പാട്ടാ വേണ്ടി? അപ്പൊ നമ്മളെ തോട്ടവാണിന്റെ ഞാൻ നാട്ടിച്ചു ഇന്റർനെറ്റ് വേടാ. കരണ്ടൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. പോയി നോക്ക്. സ്റ്റോപ്പ് ചെയ്തപ്പോ വൈഫൈ ഓഫ് ആയതാണ്. എൻ്റെ വീഴ്ത്ത അതിൻ്റെ ആണ്. മോഹലാവേ എന്റെ നാളെയേ പ്രേമലീലയേ. സ്പീക്കർ ആണല്ലേ? ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ സ്പീക്കർ ഒക്കെ ഉണ്ടാവും. മറ്റേ സ്പീക്കറിൽ കണക്ട് ആയി ഫോണില് പള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു. രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നല് കൊണ്ട് നെഞ്ചിലണിഞ്ഞവൾ, കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോയിൽ മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ പിറന്നതോ.
നിന്റെ പേര് രാത്രി ഉറക്കക്കെടുത്താൽ നീ മാടൻ മറുതയോ രാത്രി എല്ലാം വീണ വെറുതെയോ വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ രാത്രി കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ കറുപ്പുറാണി പേരാലിൽ എന്നെ തളക്കനടിച്ച ആണി നിന്റെ കണ്ണു പെട്ടത് പോലും ഞാനി അരികിൽ വാന്നി അതര മധുരം എനിക്ക് താന്നി സ്വർഗവാതിലിനെ നീ എന്റെ ദാഹം തീർക്കും പാനീയം മോഹം തീർക്കുമോ നീയും എന്റെ നാളെ പ്രേമലീലേ മോനലോവേ മോഹലാവേ നീ ചിരിച്ചാൽ ബീതോവനോ നിന്നെ പെറ്റതേത് മഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്നോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ ക്ലാസ്സിൽ പറയാം ഓക്കെ നീ പറയും ഞമ്മക്ക് നമ്മുടെ ടീമിക്ക് പിന്നെ എടുക്കണം നമ്മുടെ ടീമിക്ക് പിന്നെ എടുത്താലോ എടുക്കണം കാരണം ഇവിടെ പാട്ട് തുടങ്ങിയത് മുതൽ അവസാനിച്ച് വരെ ഡാൻസ് കളിച്ചത് ഓനാണ് ഗൈസ്. നമ്മളെ ഹൗസിക്ക് ആർക്ക് താല്പര്യം ഉണ്ടോ വരാന് എന്നും ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ അതിന്റെ പേര് പറഞ്ഞോ ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഐഡി പറഞ്ഞു ഇൻസ്റ്റ ഐഡി ഇല്ല എന്നാ ഓക്കെ എന്റെ ഇൻസ്റ്റ ഐഡി നമുക്ക് നമ്മൾ എഴുതി വെക്കാം. ഓക്കെ അയച്ചാൽ മതി കേട്ടോ. എല്ലാരും പിന്നെ ഫോളോ ചെയ്തോ. പിന്നെ ഇങ്ങനത്തെ പരിപാടി ഇനി ഇവിടെ അതോ പോകണം ചെറുക്കന് പോകാന് പിന്നെ താല്പര്യമല്ല ചെറുക്കന് പിന്നെ സ്ക്രീനിൽ വന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ആവേശമാണ് ഇതില്. ഞാൻ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ അയച്ചിട്ടുണ്ടോ ലിങ്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണ്ടാവും. അപ്പൊ ഇനി നമ്മളെ പുതിയ മെമ്പറാണ് ഇവർ നമ്മളെ മെമ്പർഷിപ്പ് നേടിയിരിക്കുന്നു. ഓക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഡാൻസ് പാട്ട് അതേപോലെ തന്നെ വർത്തമാനം പറയാൻ അറിയുന്ന എന്ത് കഴിവുണ്ടായിക്കോട്ടെ എല്ലാ കഴിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നമുക്ക് മെമ്പർ ആവാൻ പറ്റും. ഇതൊരു ക്ലബ്ബാണ്. ഓക്കെ ഇതില് ചെറിയ കുട്ടികൾ മുതൽ ഈശ്വരല്ലേ നമ്മളെ ഓന്റെ വയസ്സ് മുതല് വലിയ നമ്പറില്ലേ ഓലെ ഉണ്ടാവും. ഓക്കെ അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ജൂനിയർ അതിഥിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജൂനിയർ അതിഥി നമ്മളെ സ്റ്റേജിൽ വന്നിട്ട് തകർത്ത് ആടിയിട്ടുണ്ട്. എല്ലാരും രണ്ടാളും പോകണ്ട വേവാട്ടോ മിന്നല പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ നമ്മള് ഏതറിയോ യൂട്യൂബ് പേജ് എന്തറിയോ പങ്കിങ് നമ്മളെ യൂട്യൂബ് പേജ് യൂട്യൂബ് പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാരും യൂട്യൂബിന്റെ പേര് ഇതാണ് നമ്മുടെ ചാനൽ ഇന്ന് നമ്മൾ ഇന്ന് 12 മീഡിയ എന്റർടൈൻമെന്റ് മനസ്സിലായോ? ഇന്ന് 12 മണിക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് 12 മണിക്ക് ചിലപ്പോൾ ലൈവിലുണ്ടാവും. ക്ലാസ് ഒന്ന് ഞാനൊന്ന് ക്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? നമുക്ക് 1 മില്യൺ അടുപ്പിച്ചോ. എന്നും ഞങ്ങള് ലൈവില് കയറുമ്പോൾ വരണമെന്ന് നമ്മളെ ഇനോഗ്രേഷൻ എപ്പോഴാണ് അറിയോ? ചാനലിന്റെ പിന്നെ രാത്രി 12 മണിക്ക് ഇനോഗ്രേഷൻ ആണ്. 4 മണി മുതൽ 8 മണി വരെ ലൈവ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പെരയിൽ പോയിട്ട് പഠിച്ച 5 മണിക്ക് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പെരയിൽ പോയി പഠിച്ച അന്നേ. അപ്പൊ ലീവ് കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ ദിവസം ഇവിടെ കുത്തുന്ന ഞാൻ പറഞ്ഞു നട്ടിട്ടില്ലേ? അപ്പൊ സ്കൂൾ ഇട്ട് വരുമ്പോ നമുക്കൊരു എന്റർടൈൻമെന്റ്. ഓക്കെ സ്കൂൾ ഇട്ട് വരുമ്പോ 6 മണി കഴിഞ്ഞാൽ വേഗം വിടാം എന്നിട്ട് പോയി പഠിച്ച. ഓക്കെ എന്നിട്ട് സ്ക്രീനിൽ വരാം നമുക്ക്. എന്നിട്ട് നമുക്ക് പുറത്ത് അപ്പൊ കൊറേ വലിയ വലിയ ആൾക്കാരൊക്കെ ഇത് കാണും. കണ്ടിട്ട് നമുക്ക് എന്താ വേണ്ടത് ചോദിച്ചിങ്ങാണ്ട് നമുക്ക് ചെയ്തു തരാന് ഒരു വരും. കളിക്കാനുള്ള സാധനങ്ങൾ മുതൽ എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചു പൊളിച്ചാ അത്രേ ഉള്ളൂ കേട്ടോ.
അതാണ് നമ്മുടെ ചാനലിന്റെ പേര്. എന്താ പേര് എന്താ വെച്ചാ? അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ? ആ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ചാനല് കയറിയിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഡാൻസ് കളിച്ച് കുടിക്കാൻ നമുക്ക്. ഡാൻസ് മാത്രമേ എന്റർടൈൻമെന്റ് ഹൗസ് ഉണ്ടാവും. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറഞ്ഞോ. നമുക്ക് ക്രിസ്മസിന് ഓണപരിപാടിന്റെ ഓണപരിപാടി ഉണ്ടാവും കേട്ടോ. ഓണപരിപാടി ഉണ്ടാവും, മാവേലിനെ കൊണ്ടുവരണം, പുലിക്കളി ഉണ്ടാവും, എല്ലാ സംഭവം ഉണ്ടാവും കേട്ടോ. ഒരു മൈക്ക് കൊളുത്തി പൊടി ഇങ്ങനെ വെച്ചിട്ട് ചാടനുണ്ട്. ഓണായേ കുഞ്ഞോള് വാ. സ്ക്രീനില്ല ഓലവിടെ എന്തിന് എന്താ അപ്പച്ചി വിളിച്ചിട്ട് ഇവിടെ വന്ന് വിളിച്ചോ? അമ്മയാ ഇതെന്തറിയോ? ഇതാണ് ഞങ്ങളെ ഇഞ്ച കുട്ടി, ഇഞ്ച പൊന്നാര കുട്ടി. ഇതെന്തറിയോ? അമ്മയാ ഇതെന്തറിയോ? പറഞ്ഞോട്ടെ, ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനല്. ഇജിപ്പോ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട് തന്നെ. ഞാനിപ്പോ യൂട്യൂബിൽ കാണുന്നുണ്ട്. കാണണോ? ഇതൊക്കെ ഹലോ, ഇതാണ് ഇഞ്ച കുട്ടി അമ്മയ. പിന്നെ പേര് പറഞ്ഞെടുത്തോ. ക്ലാസ് ഈ കുട്ടി ക്ലാസ് ഇട്ടെ പേര് എത്തില്ല പഠിക്കണത്. UKG-ലോ? എവിടെ? ഫസ്ലാമർ പബ്ലിക് സ്കൂൾ കർലയിലാണ് അവള് UKG പഠിക്കുന്ന അമയ എന്ന് പറയുന്ന കുട്ടിയാണ്. നമ്മളെ കുട്ടിയാണത് അല്ലേ? നമ്മളെ കുട്ടിയല്ലേ? ആ, എനിക്കറിയുന്നത് ലൈവാണെന്ന്. ഇപ്പൊ എന്താ യൂട്യൂബിൽ കാണൂലേ? എന്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കൂലേ? ലൈവ് അയച്ചു കൊടുക്കുമോ? എന്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണൂലേ? അപ്പൊ കാണൂലേ? കുഴപ്പമില്ലല്ലോ. ഇത് അന്ന് ഏതോ ഒരു ഒപ്പനക്ക് പാട്ട് പാടിയില്ലെങ്കിലും കുട്ടിക്ക് ഫസ്റ്റ് അടിക്കണേ ആ പാട്ട് കുട്ടി പാടും ഗൈസ്. പാട്ട് ആടിക്കൊടുത്താ. ഏത് പാട്ടാടാ? ഒരു പാട്ടാടി കൊടുത്ത ഏതെങ്കിലും ഒരു പാട്ട് പാടും. എന്റെ ദേവനാഥൊക്കെ വന്ന് പാടി ഇവിടെ ഡാൻസും പാട്ടേനും ഇവിടെ ഒരുന്നിട്ടാ പോയത് ഇവിടുന്ന്. പാട്ടടിക്കാം പാടു കുഞ്ഞു ഉണ്ടൊക്കെ പോയോണ്ടിരിക്കാണ്. പാടി. Are you sleeping? Are you sleeping? Brother John. Morning bells are ting ting. Morning bells ting ting ding dong bell. Ding dong bell. പാടി അതിനെ വിളിച്ചറിയില്ല. പിന്നെ വേറെ പാട്ടുണ്ടല്ലോ. പിന്നെ എനിക്കറിയില്ല. വേറെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇല്ല കേട്ടോ, ഇല്ല. അതെ ഗായ്സ്, നമുക്ക് നമ്മളെ ഫസ്റ്റ് സബ്സ്ക്രൈബർ വരുന്നുണ്ട്. പിന്നെ പ്ലീസ് ഇൻട്രൊഡ്യൂസ് പംകിൻ ഹൗസിലേക്ക് കണ്ണന് സ്വാഗതം. കണ്ണൻ നമ്മളെ അടുത്ത മെമ്പറാണ്. ഇതൊക്കെ നമ്മളെ മെമ്പേഴ്സ്, എല്ലാവരും മെമ്പേഴ്സ്. ഇതൊരു മെമ്പറാണ്, ഇതൊരു മെമ്പറാണ്, എല്ലാവരും മെമ്പേഴ്സാണ്. നമുക്ക് കുറച്ച് ചെറിയ കുട്ടികളെ നമുക്ക് വരുന്നുണ്ട്. നമ്മള് തൊപ്പിയോ ഷാജാനൊന്നല്ല.
എല്ലാരും പോരി പേരൊക്കെ പറഞ്ഞത് ഇഷാൻ എവിടെ പഠിക്കുന്നത്? പുള്ളിയില് എത്രയില്? 4. 4ാം ക്ലാസ്സിലാണ് ശിവൻ പഠിക്കുന്നത്. ഇനി അടുത്തത് അടുത്തത് നമ്മളെ അയൽവാസിയാണ്, തൊട്ട് നമ്മളെ മകന്റെ കുട്ടിയാണ്, നമ്മളെ തൊട്ടടുത്തുള്ള നബീലാണ് പേര്. എവിടെ പഠിച്ചിട്ടുണ്ട് നബീല്? പുള്ളിയിലാണ്. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിലാണ് നബീല് പഠിക്കണത്. പിന്നെ എനിക്ക് വേറൊരു പേര് കൂടി വിളിച്ചിട്ടുണ്ട്. എന്താണ് അന്റെ വേറൊരു പേര് കൂടി വിളിച്ചിട്ടുണ്ട്? കുഞ്ഞാണിയാണ്. ഞങ്ങളെ കുഞ്ഞാണിയാണ് അത്. ഇവന്റെ സ്മൈല് ഭയങ്കര രസമാണ് ഗായ്സ്. ഇവന്റെ ചിരി എന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ്. എന്നാ വാ കുറവാണ്. ഷെബിൻ ഷാൻ അവിടെ പഠിച്ചിട്ടുള്ളത് ചേലോടാണോ പഠിക്കണത്? സ്കൂളിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ചേലോട് സ്കൂളിനെ പറ്റി നല്ല സ്കൂളാ? ഇങ്ങോട്ട് വാ, എടുത്തിട്ട് വാ. ഇത് നോക്കിയ ഇത് മറ്റേ ഓനിവിടെ ഒരു പാട്ടാടി കൊടുത്താ. ഓ പാട്ടാടി കൊടുത്താണ്. കള്ളിക്കാട്ടിലെ മുള്ളിച്ചെടി പോലെരുതി, ഒരുതി കണ്ണാടുന്നതിലെ കല്ല് വീണ പോലെരുതി, ഒരുതി മുന്തിരിക്കള് കള്ളം വായിക്ക് എണ്ണക്കറവിയെ നിന്റെ കണ്ണി വിരിങ്ങിന 2ാം പറവയെ നിന്റെ 2ാം പിറവിയെ. പുത്തത്തി മാണിക്കത്തെ അടിച്ച അതിനെ മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലഞ്ഞവൾ, കത്തിയെറിയും സൂര്യനെ പൊട്ട് പോലത്തെ പട്ട് വെള്ളി കൊണ്ട് പാറ കല്ലും പൊട്ട് നിന്റെ ജേങ്ക വാരിച്ചു ചടിച്ചതാ എന്ന നാളെ പ്രേമനിലെ ഒരുതി മോനാളെ എന്ന നാളെ പ്രേമനിലെ ഒരുതി കള്ളിക്കാട്ടിലെ മുള്ളിച്ചെടി പോലൊരുതി, ഒരുതി കണ്ണാടുന്നതിലെ കല്ല് വീണ പോലൊരുതി മുന്തിരിക്കുള്ളു കള്ളും കൊണ്ട് മയക്കി എണ്ണക്കറബിയെ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പറവയെ 2ാം പറവയെ. പുത്തത്തി മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂല് കോർത്തു നെഞ്ചിലഞ്ഞവൾ, കത്തിയെറിയും സൂര്യനെ പൊട്ടുപോലത്തെ പാറ കല്ലും പൊട്ടു നിന്റെ ജേങ്കോ വരിച്ചതോ മല്ലിൻ ചീറ്റിൻ പെണ്ണായി നടന്നതോ ഹോഫിക്ക നിന്റെ ഉറക്കം കെടുത്താനാരും നീ വറമറിഞ്ഞയോ? പേര് കവിതയോ? രാത്രി ഉറക്കം കെടുത്താനാ വറമറിഞ്ഞയോ? പേര് രാത്രി ഉറക്കം കെടുത്താനാ വറമറിഞ്ഞയോ? നല്ല പാട്ട് തന്നെ എല്ലാവർക്കും പാട്ടിന് ടാങ്ക് പറഞ്ഞ അടുത്ത ആള് വന്നിക്കണ്. അടുത്ത ആള് വാ 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 എന്റെ ഫ്രണ്ട് വന്നിക്കണ്. എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടിനെ ഞാന് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാ. പറഞ്ഞെടുത്ത പേര് എത്രയിലാ പഠിക്കണത്? 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പിന്നെ ഏത് സ്കൂളില്?
പുള്ളിയിലാണ് പഠിക്കണത്. അപ്പം എല്ലാരും ചാറ്റ് ഇതിൽ വന്നാണ് കമന്റ് ചെയ്യും. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളാണത്. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും പിന്നെ ഇനോഗ്രേഷന്റെ മുന്നായിട്ട് നമുക്ക് എന്തായാലും ഇതില് പിന്നെ നമുക്ക് കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ നമ്മൾ വരാണ്ട് അവരാണ് നമ്മളെ കരുത്ത് സ്ട്രോങ് എല്ലാം പറഞ്ഞത്. അപ്പൊ ഇതാക്കണേ നമ്മൾ തുടങ്ങിയിട്ടില്ല, അപ്പൊ തന്നെ ഇതാക്കണേ നമ്മള് ചെക്കന്മാര് എല്ലാരും ഇവിടെ എത്തി ഇതാക്കണേ. ഇതൊന്നല്ല, അതിന്റെ അപ്പുറം ആൾക്കാർ ഇനിയുണ്ട്, അത് വരും അല്ലേ? എന്താ പറയാ, ഇങ്ങോട്ട് എല്ലാരും ഇവിടെ നിൽക്ക് ആക്കണേ. അടുത്ത ആൾക്കാർ വരുന്നാക്കണേ. പാട്ട് പാടി, ഞാൻ പാട്ടാടി. ആ ഓള് ഇത് ചെയ്തില്ല. പറഞ്ഞു ഇതാ നമുക്ക് പുതിയ ഒരാളും കൂടി വന്നിക്കണേ. എന്റെ പേര് ശ്രീനന്ദ. എവിടെ പഠിക്കണത്? ഞാൻ SIUP ചേലോട് സ്കൂളിലാണ് പഠിക്കുന്നത്. ചേലോട് സ്കൂളിലാണ് പഠിക്കുന്നത്. എത്രയില്? 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അടുത്തത് ഇതാണ് നമ്മളെ നാനാന. എത്രയിലാ പഠിക്കുന്നത്? 5. 5 അല്ലേ? എവിടെ? GUP സ്കൂൾ പുള്ളിയില്. പുള്ളിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനൊരു പാട്ടാടി കൊടുത്ത പാട്ടാടി കൊടുത്തു. കുറവാണ് ഗൈസ് എല്ലാവർക്കും. ഇതാണ് നമ്മളെ ഇച്ച പറഞ്ഞെടുത്ത. എവിടെ പഠിച്ചു നോക്കാന്ന് പറഞ്ഞെടുത്ത? പുള്ളിയിലാണ് ഇച്ച പഠിക്കണത്. 6ലാണ് പഠിക്കണത്. പിന്നെ പുള്ളി സ്കൂളില് ഇച്ച ഒരു പാട്ടടി കൊടുക്കും. ഇച്ച എല്ലാരും പാടി ഒരു പാട്ട് പാടി കൊടുക്കും. അവര് പാടും. ഇപ്പൊ ഫസ്റ്റിലുള്ള കുറവാണ്, കുറവുകൊണ്ടാണ് ഇപ്പൊ പാടാത്തത്. ഇനി നമുക്ക് പാടും. പാട്ട് പാടി നമ്മൾ അമ്മയെ മാത്രമാണ്. അപ്പൊ എല്ലാരും അമ്മയ്ക്ക് കൈയടി. അമ്മയെ മാത്രല്ല നമ്മള് ഇച്ചുമ്മ പരിചയപ്പെടുത്തില്ല. ഈ 3 ആൾക്കാരൊന്നുമില്ല വന്ന് ഇതില് പരിചയപ്പെടുത്തില്ല. കുറവാണ്. എന്റെ പേര് എത്രയിലാ പഠിക്കണത്? എവിടെ? പുള്ളി സ്കൂളാണ് ഗൈസ് പഠിക്കണത്. പിന്നെ ഇനി അടുത്താണ് ആനിയ. എവിടെ പഠിക്കണത്? 6ലാണ്. ചേലോട് സ്കൂളാണ്. ഇവിടെ കൂടുതൽ ആൾക്കാരും ചേലോട് സ്കൂളിൽ പുള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഇനി അടുത്ത ആള് അതെ ഉണ്ണി സാറ്. പേര് പറഞ്ഞു. കണ്ണാപ്പിയാണ് ഗൈസ് പേര്. ഇപ്പൊ എവിടെ പഠിച്ചിട്ടുള്ളത്? ചേലോട്. എത്രയില്? 1ാം ക്ലാസ്സില്. കണ്ണാപ്പിയാണ് ഗൈസ് ഇവന്റെ ചേലോട് സ്കൂളിലാണ് പഠിക്കണത്. 1ാം ക്ലാസ്സില്. നമുക്ക് ഇൻട്രോ അല്ലേ, ചാനലിന്റെ ഇൻട്രോ അല്ലേ? ഇൻട്രോ ഇവിടെ എല്ലാരും ഇവിടെ വെച്ചിങ്ങാണ്ട് ഡാൻസ് വെച്ചിങ്ങാണ്ട് ഒരു ഇൻട്രോ മറ്റേ ബോക്സിൽ പാട്ട് മറ്റേ ബോക്സില് അതില് വലുതല്ല, അത് വർക്ക് ചെയ്യില്ല. മറ്റേ ചെറുതിലുണ്ട് സ്പീക്കർ, അവിടെ ബാക്കിലുണ്ട്. എല്ലാരും പോയി. പിന്നെ എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് അറിയോ എന്താണെന്ന്? പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് പിന്നെ ചാനൽ ഇത് ലൈവ് പോയോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. നമ്മളെ ഇതിന്റെ പേര് എന്ന് പറഞ്ഞ പംകിങ് ആണ് ഗൈസ്. ഇതാണ് നമ്മളെ പേര്. ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പ്രൊഫൈല് വരിക. കണ്ടോ? ഇതാണ് നമ്മളെ യൂട്യൂബ് ചാനല്. എല്ലാരും ഇന്ന് പേരിൽ പോയിട്ട്
പിന്നെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാ. ഇതാണ് യൂട്യൂബ് ചാനല്. ഇപ്പൊ പോയോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വരും. ഇന്ന് രാത്രി വരും വീഡിയോ. ഇതാണ് പംകിൻ ഹൗസ് മീഡിയ എന്റർടൈൻമെന്റ് ഹൗസ്. പംകിൻ ഹൗസ് അതൊന്ന് പറഞ്ഞു. മത്തങ്ങ വീട്. ഇതാണ് നമ്മളത്. പറഞ്ഞെടുത്താന്റെ പേരൊക്കെ. ശ്രീലക്ഷ്മി എത്രയിലാ പഠിച്ചത്? 3-ാം ക്ലാസ്സില്. എവിടെ? പുള്ളിയിലാണ് പഠിക്കണത് അല്ലേ? ഇനി അടുത്തത് ആരല്ലത്? പറഞ്ഞു പേരെന്താ? ഒന്നിലെവിടെ? ഫസ്ല. ആദ്യമായിട്ടാണ് നമുക്ക് വെറും ഒരു പുള്ളി സ്കൂളില് ചേലോട് സ്കൂളില് എല്ലാരും കൂടെ പഠിക്കണത്. ഇപ്പൊ ഫസ്ലാമർ വന്നിക്കണ്. പിന്നെ ഇപ്പോഴാണ് നമുക്ക് എന്താ പറയാ ഈ 2 സ്കൂളല്ല വേറെ 3ാമത്തെ സ്കൂൾ ഇപ്പൊ നമുക്ക് വന്നത്, പുതിയതായിട്ട് വന്നത്. ഇവിടെ ഇപ്പൊ ചേലോട് സ്കൂൾ ഉണ്ട്, പുള്ളി സ്കൂൾ ഉണ്ട്, ഫസ്ലാമർ ഉണ്ട്, പിന്നെ പിന്നെ ഫസ്ലാമർ, പിന്നെ ഈ 3 സ്കൂളിലെ ഇപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാരും പരിപാടിക്ക് എന്താണ് പരിപാടി? എന്ത് പരിപാടി ഉണ്ടാക്കുന്നത്? പാട്ടില്ലേ? ആ പാട്ടൊന്ന് പാടിക്കൊടുത്ത കുഴപ്പമില്ല, നമ്മളെ നോക്കിയിട്ടുള്ളൂ. പാട്ടാടി കൊടുത്ത ഞാനാണ് ഒരു പാട്ട് പാടുന്നതാണ്. ഇതിലേ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 ആൾക്കാരുണ്ട്. ഈ 11 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓള് പാടി. നീ ഒന്നുകൂടി പാടി. അമ്മയൊക്കെ ഒന്നുകൂടി പറഞ്ഞു. പാട്ട് പറഞ്ഞു. കുട്ടികള് 4 മണി മുതൽ 6 മണി വരെ ഇവിടെ നിർത്തും. അത് കഴിഞ്ഞാൽ നിങ്ങള് വീട്ടിൽ പോയി പഠിച്ചിട്ടേ ഓണപ്പൂട്ടല്ലാത്ത ദിവസം. അടുത്ത ആള് വരുന്നുണ്ട്. ഇതാക്കണ നമ്മളെ പുതിയ ആളും കൂടിയാണ്. പേര് പറഞ്ഞോൾക്ക്. എവിടെ പഠിക്കണേ? എത്ര? ആഫിയാണ് കേസിക്കുട്ടിന്റെ പേര്. ചേലോട് സ്കൂളിലാണ് പഠിക്കണത്, 3ാം ക്ലാസ്സില്. ഇനി നമുക്ക് കോഴിക്കോട് നിന്നും ഒരു അതിഥി ഉണ്ട്. പിന്നെ സ്ക്രീനിൽ വാ. കുറവാണ് ക്യാഷ്. ചാനലിന്റെ പേര് പംകിൻ ഹൗസ്. അച്ഛന് അപ്പൊ ഹലോ ഗൈസ്, നമ്മളെ ഗൗതം ഇതിലേക്ക് കടന്നു നിൽക്കുന്നു. പേരെന്താ? നെയിം അച്ചു. ഈ കുട്ടികൾക്കില്ലാത്ത അപ്പൊ ഓർക്ക് ഈ അമ്മയൊക്കെ ഈ നാണം വരുന്ന ആൾക്കാരാണ്. ഈ അമ്മയ വരുന്ന ആൾക്കാരാണ്. അമ്മയ, അച്ചു. പക്ഷെ നല്ല കുട്ടിയാണ് അമ്മയ, നല്ല കുട്ടിയാണ് അമ്മയ. അച്ഛന് കൊടുത്ത. അപ്പൊ ഹലോ താങ്കള് അപ്പൊ ഓന് ACC ആണ് കോഴിക്കോട് പഠിക്കുന്നത്. ഓനാവട്ടെ, നമ്മള് ഓനാഗ്രഹമല്ല ഇപ്പൊ പറഞ്ഞോട്ടെ. ഓൻ ഇൻഷാല്ലാ ഒരു ACC കാരനാവും അല്ലേ? പിന്നെ നിങ്ങൾ ആരൊക്കെ നബിദിനത്തിന് കജ്ജെത്തിച്ചാടി? എന്താണ്
ഞാനോ പ്രസംഗം പാട്ടോ എന്ത് പ്രസംഗം എന്ത് പ്രസംഗം അറബിയോ മലയാളോ അറബിയോ അറബി പ്രസംഗോ ആർക്കും മലയാള പ്രസംഗല്ലേ എന്നായിച്ചൊന്ന് പറയും ഒന്ന് പറയണം ഇത് നോക്കി ചെയ് നമുക്ക് ആരും ഞങ്ങൾക്ക് ആരും ഒന്നും പറയാനൊന്നുമില്ല ഇത് കണ്ടില്ലേ ഞാനും മറ്റവരൊക്കെ ഗ്രൂപ്പ്സ് ഒക്കെ പാടി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എവിടെ അപ്പൊ നേരത്തെ നിങ്ങൾ വിളിച്ചപ്പോഴേ ഏതാ പാട്ട് പാടുന്നത് ആ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ മുന്നിക്കോ പതുക്കോ വെളിച്ചെണ്ണ ഓള് വരും വാ ഇല്ല ഇതൊന്നും കാട്ടൂല വാവ് ഇതൊന്നും കാട്ടൂലെന്ന് ഇവിടെ വാ അങ്ങോട്ട് വാ ഇതൊന്നും കാട്ടൂല ഇങ്ങോട്ട് നോക്കി ഇതിപ്പോ ഓഫ് ആവട്ടോ ചാർജ് ചെയ്യും അതിന് മുമ്പ് ഞാൻ വന്നോളൂ ഇങ്ങോട്ട് വാ എന്താ എന്റെ കുട്ടിന്റെ പേരെന്താ കുട്ടിന്റെ പേര് പറ പേര് പറഞ്ഞോ ആ ഓള് നാളെ വന്നോളൂ അന്റെ അനിയത്തിയാണ് അതാണ് ആ പേടിയേ ഇജെന്തിനാ പേടിച്ചത് അപ്പൊ ഇവള് പേടിച്ചിട്ടാണ് ഓൾ അനിയത്തി പേടിച്ചത് ഇജി ഓളെ വിളിച്ചാണ് ഇങ്ങോട്ട് ഓളെ പേര് പറഞ്ഞിട്ടാ പറയാ ഇജിപ്പൊ പേര് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ആ പേടിയുള്ളൂ കഴിഞ്ഞില്ലേ ഇപ്പൊ പേടിയില്ലല്ലോ കണ്ടോ അത്രേ ഉള്ളൂ ഇതൊന്നും ചെയ്യൂല ഇതിങ്ങനെയാണ് ഇതില് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ആൾക്കാര് പാട്ട് പാടണം എന്നാ ഓലെ യൂട്യൂബിൽ ഇട്ടെടുക്കും ഓലെ അല്ലെങ്കിൽ ഞാൻ ഓലെ കട്ട് ചെയ്ത് അമ്മ ഇജെന്തെങ്ങനെ ഇജ് അവിടെ ഫുള്ള് ഡാൻസും പാട്ടൊക്കെ പാടിയിട്ട് ഇത്ര ഉള്ളല്ലേ ഇജൊക്കെ എന്നാ നാളെ കളിച്ചോ ഇന്ന് നമ്മളെല്ലാരും പരിചയപ്പെടുത്തി കൊടുത്തേ നാളെ കളിച്ചോ നാളെ ഓരോരുത്തർ ഓരോ സ്കില്ല് പഠിച്ചിട്ട് വരണം ആര് ഞാനൊന്നല്ല പാർട്ടി തുടങ്ങിയത് ഞാനൊന്നല്ല ഇത് മാർപ്പാന്റെ പാട്ടാടില്ല ഓലാരും പാട്ടാടില്ല ഇപ്പൊ ആർക്കും ഒരു കഴിവില്ല എന്താ പറയാ അപ്പൊ ഇങ്ങനെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരു കഴിവും കാണിച്ചു തരില്ല നമുക്ക് ആര് ഉണ്ടോ അതിനാര് ഡാൻസ് കളിക്കുന്ന സ്റ്റേജ് പാട്ട് കേട്ടല്ല എല്ലാവർക്കും ഡാൻസ് കളിച്ചാലോ എല്ലാവർക്കും ഒരു പാട്ടിടാം നമുക്ക് ഞാനും ഡാൻസ് കളിക്കാം ഞാനും ഡാൻസ് കളിക്കാം നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അപ്പൊ ഒരു പാട്ടിട്ടിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം അല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യണില്ല എന്നാ ഒരു പാട്ട് ഏതാന്ന് നിങ്ങൾ പറഞ്ഞോ ഒരു പാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ഡാൻസ് കളിച്ചോട്ടെ ഏത് അല്ലെങ്കിൽ പാട്ട് മതി വീട്ടിലാണ് ഇത് മതി നിങ്ങൾ കേൾക്കണ പാട്ട് മതി മോണിക്കട്ടല്ലോ ഇതിലല്ലേ ഇതോ ഡാൻസ് കളിക്കാം വെരി ഡാൻസ് മുന്നിക്കരി ആര് അത് ഓല് വന്നോളൂ ഓൽക്കൊന്ന് നമുക്ക് പിന്നെ നാളെ കാണും ചെറിയ കുട്ടികള് Dubai. Ready for a surprise? അറിയുമ്പോ സൗണ്ട് ആറിന്റെ കുട്ടികളെ With chakra-based meditation music, Saregama Karma Wellness. തല്ലോലെ അടിച്ചോലെ അജിന്റെ കുട്ടിനെ അടിയോടെ എടാ ഇതെന്താ കേക്കാത്തടാ ഞാൻ പറഞ്ഞത് ഇവിടെ ആൾക്കാർ കൊടുത്തോണ്ട്
ഇതിന്റെ അടുത്തുനിന്ന് കളിച്ചിട്ട് വരും. ശരിവേ അന്റെ ഇത് ചെയ്തോ? കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ മീനും മണക്കും നടുക്കടലിൽ കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അനം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ എന്ന് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ ചേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ഒന്ന് പരിചയപ്പെട്ട് കൊടുക്കട്ടെ. ഇതൊന്നും വരൂലട്ടോ അവിടെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കരയല്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കരയല്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഒരു സ്പീക്കർ ഉണ്ട് കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വെള്ളം അണയുമോ ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും ചിലവല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നെനപ്പാണല്ലോ പിന്നെ ലൈവ് പോവേ. അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ഇപ്പത്തെ തീരുന്നില്ല നമ്മ നാളെ എല്ലാരും ഉണ്ടാക്കിട്ടോ ഒരിച്ച ഇത് പകരം പാട്ടം പറ
ആരാണ് ഫസ്റ്റ്? ആ എന്നാ വാ. ഇങ്ങോട്ട് പോവാ, മുന്നിൽ പോവാ. പാടുന്നത് മുന്നിൽ തന്നെ നല്ല കാണും. അല്ലെങ്കിൽ പിന്നെ വെറുതെ പാടുക. ആയിക്കോ നോക്കണേ, ചിന്തിക്കണോ? ആയിക്കോ നോക്കൂ. ഇജി പാടിയ ഓള് പാടും ഇല്ലേ? വെറ്റൊക്കെ പറയുമ്പോൾ നമുക്ക് പാട്ട് പാടുന്ന ആൾക്കാർക്ക് നമുക്ക് മുട്ടായി കൊടുക്കും. ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് മുട്ടായി ഗിഫ്റ്റ്. മുട്ടായി മുട്ടായി എടാ മുട്ടായി മുട്ടായി പോയി വാങ്ങിക്കോ. ഏത് മുട്ടായി? മഞ്ചതി. കുഞ്ഞുങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷം നാളെ മക്കയിൽ പിറന്നുള്ള പുണ്യ റസൂലേ മദിയിൽ ഉറങ്ങുന്ന തിങ്കൾ ഹബീബ്. ആർക്ക് സമ്മാനം കിട്ടോ? ഏജിനോട് ചോദിച്ചോളിട്ടോ. മുന്നിക്കോ. അതിന് മുന്നിൽ രാജാവല്ലേ എന്നു വരും ഒരു കുലമുന്തിരി കയ്യിൽ മുന്തിരി തിന്നിടുവാൻ കൊണ്ടു പ്രിയേ കല്ലിലൊരാശ രാജാവല്ലേ. അമ്പിളിക്കലക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങു നീലത്തുരത്തിലെ നീർപ്പരപ്പിലും അമ്പിളിക്കലക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങു നീലത്തുരത്തിലെ നീർപ്പരപ്പിലും അമ്പിളിക്കലക്കുള്ളിലെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ സമ്മാനം വാങ്ങി തരാം. ഓക്കെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കടബാധ്യതയാവോ? ഈ വരി ഈച്ചൊന്നും പാടിയിട്ടില്ല, ഈച്ചൊന്നും പാടിയിട്ടില്ല, ഇവളൊന്നും പാടിയിട്ടില്ല. ഗൈസ് നിങ്ങൾ കണ്ടല്ലേ? പാട്ട് പാടിയ ആൾക്കാർക്കൊക്കെ ലൈഫ് ഓളൊറ്റൊരു പാട്ട് ഓളൊറ്റൊരു പാട്ട് എല്ലാരും കൂടെ പാടി എല്ലാവർക്കും പാടി മുട്ടായിരുന്നു. ഈ ചെല്ല ഇവളല്ല നേരത്തെ പേടിയാണ് പേടിയാണ് ഇവളല്ല ഇപ്പൊ പാടിയത്. വേറെ പാട്ടോടാണല്ലോ എന്താ പാടണേ? ഭൂമിന്റെ ഉള്ളിനുള്ളിലെ ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിന്റെ ഉള്ളിനുള്ളിലെ ഒരു ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു വേഷം നടിച്ചു. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഒരു ലേസ് ഇട്ടോ. അല്ല ഒറ്റക്ക് പാടുന്നാക്കും ഒരു ലേസ്. എനിക്ക് 2 ലൈസ് തന്നെ. എന്നാ ഓണത്തേക്ക് ഓണത്തേക്ക് പാട്ട് കുറച്ച് വേക്കാം ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാര് മുന്നിൽ നിൽക്കണം, ഇതിന് നടുവിൽ നിൽക്കണം. ഇതിന് നടുവിൽ കയറ്റം ജീവൻ പൊട്ടിച്ച് തിന്ന ലൈസ് മതി. പതുക്കെ പാടണം വേഗം പാടാൻ.
നാളെ ഇന്നൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ നമ്മള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഇന്ന് നമ്മള് അറിയണ മാത്രമേ പാടിക്കുള്ളൂ. പക്ഷെ നാളെ മുതല് എല്ലാരും പഠിച്ച് അതാ അതെടുക്കണേ. അത് നമ്മള് വീട് എവിടെയാണ്? അപ്പൊ എന്റെ വീട് എവിടെ? എവിടെ? ഏത് കോട്ടേശ്ശേരി? ഉള്ളിയിലല്ലേ? ഉള്ളിന്ന് വെച്ച് വിളിച്ചാ മതി, ഞാൻ അടുത്ത് തരാന്നേ. ആ എനിക്ക് ലൈവ് കാരണം വിളിച്ചു തരണം. അപ്പൊ ഇവിടെ എടുത്ത് കൊണ്ടത് ഇവിടെ ഉണ്ട്. ആ എന്നെ അങ്ങോട്ട് തന്നെ ആക്കി തരും ചെയ്യും. നമ്മളെല്ലാ ടൈപ്പ് ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മളാളെ കൊണ്ടുവരുന്നു, ആളെ ഡ്രൈവറല്ല. പക്ഷെ എനിക്ക് പോണേ ഞാൻ ഡ്രൈവർ ആവണ്ടേ? പറയ് അല്ലേ? ഇജിന്നെ കൊണ്ടാക്കോ? എനിക്കിപ്പോ പെരി പോണം, ഇജിന്നെ കൊണ്ടാക്കോ? ഓള് എനിക്കിപ്പോ പെരി പോണം, ഓളിനെ കൊണ്ടാക്കും. കണ്ടോ? അതാ പറഞ്ഞതേ. അപ്പൊ ഇന്നത്തെ ലൈവ്, ഇന്നത്തെ പരിപാടി നമ്മൾ ഇങ്ങനെ തട്ടിക്കുട്ടി പോയി. പക്ഷെ നാളെ എല്ലാരും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഫുൾ സെറ്റപ്പ് ആയിട്ട് വരണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം വെറുതെ ഇട്ടോ, ലൈവല്ലേ? ആ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി പാട്ടൊക്കെ പഠിച്ച് എന്താണെന്ന് പെർഫോം ചെയ്യാൻ വന്നിട്ട് വെച്ചാൽ അങ്ങനൊന്നും ഇല്ല. ഇഷ്ടമുള്ളൊരു മേക്കപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇഷ്ടമുള്ളവർ മേക്കപ്പ് ഇട്ടാൽ മതി. മേക്കപ്പ് ഇടേണ്ടവർക്ക് മേക്കപ്പ് ഇട്ടാൽ മതി, ഇടാത്തവർക്ക് മേക്കപ്പ് ഇടും വേണ്ട കേട്ടോ. ഓക്കെ, എങ്ങനെ വെച്ചാ വന്നിട്ട് ഇവിടെ വന്നിട്ട് പാട്ട് പാടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസോ കളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രസംഗം ആയാലും മതി, എന്തായാലും മതി. ഓക്കെ, നമ്മുടെ ടൈം 4 മണി മുതൽ 8 മണി വരെ ലൈവ് പോകണം. ഫോൺ ഇജ്ജെന്തിനാ ഫോണ്? ബാക്കിയുള്ളവർ കണ്ടോട്ടെ. ഇജ്ജ് ലൈവില് വരില്ലേ? അടുത്ത ഫോണ് കവിത പഠിക്കോ? അതാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയാലോ, ലൈവ് എന്ത് ചെയ്താലോ? ഓക്കെ, എല്ലാരും ചുറ്റി നിക്കി. ഓക്കെ, അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പോ തുടങ്ങിയപ്പോ ഞാനും മാൻപി മാത്രമേ ഉള്ളൂ. ഇനി ഇത് തുടങ്ങിയപ്പോ ഉച്ചക്ക് തുടങ്ങിക്കണേ ഞങ്ങള്. നിങ്ങൾക്ക് എവിടെയാണ്? ഞങ്ങളെ വീട്ടിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയെ വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളെല്ലാരും വന്ന്. ഇപ്പൊ ലൈവിൽ ഇപ്പൊ ഫുള്ള് കൊള്ളണില്ല ആൾക്കാരല്ലേ? ക്യാമറ പോവാം, എന്നാലേ നമുക്ക് ലൈവ് ഇഞ്ഞ് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാളെ മുതല് ഞങ്ങൾ ഇനി ഫുൾ പരിപാടി ആയിട്ട് ഫുൾ പരിപാടി, പാട്ടുണ്ടാവും, പ്രസംഗം ഉണ്ടാവും, ഗാനം ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതന്നെയാണ് ഗാനം. പാട്ടൊക്കെ പല ടൈപ്പ് ഉണ്ടല്ലോ. DJ പാട്ടുണ്ട്, റാപ്പ് പാട്ടുണ്ട്, പിന്നെ കവിത ഉണ്ട്. ഇവള് ചിലപ്പോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവക്ക് വരാൻ പൂതിണ്ടെങ്കിൽ ഓള് വിളിച്ചാല് നമ്മള് എന്ത് ചെയ്യും? ഓൾ ലൈവില് കൊണ്ടുവരും. നമ്പറൊക്കെ അതിന്റെ അടുത്ത് ഇപ്പൊ എല്ലാ നമ്പറും ഇല്ലേ? പക്ഷെ ആരെങ്കിലും വിളിച്ചാൽ മതി, ഏതെങ്കിലും ഒരു കാക്കാനെ വിളിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു കാക്കാനെ വിളിച്ചാൽ മതി. അപ്പൊ നാളെ മുതൽ നമ്മള് ലൈവ് ഫുള്ള് നാളെ മുതൽ ലൈവ് ഫുള്ള് സെറ്റ് ആക്കണം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ. നമ്മളെല്ലാരും ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ട് പരിപാടി നിർത്തട്ടോ. നമ്മള് പാട്ടിടാ, കുതന്ത്രതന്ത്രം കേട്ടാലോ? ആരും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ ഹലോ 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 ഞാൻ
അതെല്ലാവർക്കും അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോ കേട്ടോ. ബൈ ബൈ.